കുട്ടികളിലെ അമിതമായ ദേഷ്യം, പിടിവാശി ഇവയൊക്കെ ഒരു കൈൻഡ് ഓഫ് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും അവരുടെ ഇമോഷൻസിൽ വളരുന്നു എന്നുള്ളതാണ്. അതായത് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതേപടി കേൾക്കുന്നതല്ല. അതിനേക്കാളപ്പുറം സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നതിലായിരിക്കാം, അല്ലെ നമ്മൾ കേൾക്കുന്ന ആളെ ഉൾക്കൊള്ളുന്നതിലാണ്. അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയോട് പറഞ്ഞാൽ അപ്പം തന്നെ അനുസരിക്കണം എന്നുള്ള മാതാപിതാക്കളുടെ വാശി. അപ്പോൾ അവനത് മനസ്സിലാവുന്നുണ്ടോ? അവൻ ചെയ്യേണ്ട കാര്യമാണോ നമ്മൾ പറയുന്നത്, അതോ ചെയ്യരുത് എന്നാണോ പറയുന്നത് എന്നുകൂടി നമ്മൾ നോക്കണം. മനുഷ്യൻ്റെ ബ്രെയിനിൽ എല്ലായ്പ്പോഴും ഇൻപുട്ട് എന്ന് പറയുന്നത് എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടിലൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ സെൻറ്റിമെൻ്റലി കുട്ടിയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി നിൽക്കുക. അപ്പോൾ ഇമോഷൻസ്, പ്രത്യേകിച്ച് ദേഷ്യം, നമ്മളുടെ മുഖത്തെ ഭാവഭേദം ഇവയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ശബ്ദം ഉയർത്താതെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോ ദിവസവും ഉണ്ടാകുന്ന എററുകൾ ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടിയുമായൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ കുട്ടിയെ കൊണ്ടൊന്ന് റിവൈസ് ചെയ്യിക്കുക. എന്നിട്ട് കറക്ഷന് അവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൊച്ച് ഉണർന്നെഴുന്നേൽക്കുന്നത് ആ ഇൻപുട്ട് റീഫ്രഷ്ഡ് ആയിട്ടുള്ള ബ്രെയിനോട് കൂടിയായിരിക്കും. അപ്പോൾ കുഞ്ഞിനത് മനസ്സിലാക്കാനും ആ ഒരു ഇമോഷൻസ് നെഗറ്റീവായതിൽ നിന്ന് കുഞ്ഞിന് തനിയെ ഡിറ്റാച്ച്ഡ് ആകാനുമുള്ള ഒരു പ്രേരണ നമ്മൾ തന്നെ സൃഷ്ടിക്കും.